stage. A skit not only entertains but also conveys meaningful messages in a creative and captivating way. We are delighted to present a skit performed by Mrs. Shoshana Paulos, Mrs. Renju Bobby, Ms. Sheila Sabu, Mrs. Annie Abrachan, Ms. Minimol Raju, Mrs. Annie Francis. and Mrs. Philomena Baby. This performance promises to touch your hearts and leave a lasting impression. So let's welcome them with a loud round of applause. ഹലോ. പറയട്ടെ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലായോ ക്രിസ്മസ് ആയിട്ട്? അമ്മച്ചി, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇത്തവണ ചേച്ചിയും വരുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടും കുറെ നാളായില്ലേ. ആണോ? സന്തോഷമായി മക്കളെ, നിങ്ങളെ കാണാൻ കൊതിയായി. കൊച്ചുമക്കളും ഉണ്ടാവുമല്ലോ അല്ലേ? അതൊക്കെ സർപ്രൈസാ അമ്മച്ചി. എല്ലാം വന്നിട്ട് പറയാം. എന്നാ വയ്ക്കട്ടെ? ആട്ടെ മോളെ, ശരി, ബൈ. എടി എന്നെ കൊച്ചേ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ അമ്മച്ചി, എന്തിനാ വിളിച്ചേ? ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്ത് പറ്റി? എടി, ഇത്തവണ ക്രിസ്മസിന് എന്റെ മക്കൾ രണ്ടുപേരും വരുന്നുണ്ട്. നീ പോയി ഒരു താറാവിനെ വാങ്ങിച്ചു വാ. കുറച്ച് കരിമീനും കൊഞ്ചും എല്ലാം വാങ്ങിച്ചോ. എന്റെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവ് വരരുത്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ചന്തയിൽ പോയി കാണുന്നവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് നിൽക്കരുത്. ഒരു ഓട്ടോയിൽ പിടിച്ച് നേരെ ഇങ്ങ് പോന്നേക്കണം. അവര് വൈകുന്നേരം ഇങ്ങ് എത്തും. ഓ, ഞാൻ ആരോട് വർത്താനം പറയാൻ എന്റെ അമ്മച്ചി? എന്റെ അമ്മച്ചിയുടെ കാര്യങ്ങൾ അറിയാനല്ലേ എല്ലാവരും എന്നെ പിടിച്ചു നിർത്തുന്നത്. ഓ, എനിക്ക് എന്ത് നന്മയാണ് ഈ ഒച്ചയുള്ളത്. നീ വേഗം പോയിട്ട് വാ. ഇതാരാ? പെണ്ണമ്മയോ? വാ വാ. ത്രേസ്യാമ്മേ, എന്തുവാടി നിനക്ക് ഇത്ര സന്തോഷം? ഇടി പെണ്ണമ്മേ, എന്റെ മക്കൾ രണ്ടുപേരും വരുന്നുണ്ടടി. അതിന്റെ സന്തോഷമാ. ആണോ? കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുമോടി? അതോ അവർ തന്നെയാണോ വരുന്നത്? അതൊക്കെ ഒരു സർപ്രൈസ് ആണെന്നാ പറഞ്ഞത്. ആഹാ, എന്തായാലും മക്കളെ ഒന്ന് കാണാമല്ലോ. പിന്നെ നമ്മുടെ അന്നൊക്കെ ചർക്കാഴ്ച പോവുകയല്ലേ. അപ്പൊ പിന്നെ നിനക്ക് ആരുണ്ടടി ത്രേസ്യാമ്മേ കൂട്ട്? അതിനല്ലേ എന്റെ മക്കൾ വരുന്നത്. ഞാൻ അവരുടെ കൂടെ അങ്ങ് പോകും. അതിരിക്കട്ടെ, നീ ഓസ്ട്രേലിയയിലേക്കാണോ അതോ ജർമ്മനിയിലേക്കാണോടി? അവര് വരട്ടെ, അത് കഴിഞ്ഞ് തീരുമാനിക്കാം അതൊക്കെ. ആഹാ, നീ ഇത്ര പെട്ടെന്ന് വന്നോ? എല്ലാം കിട്ടിയോ? കിട്ടി അമ്മച്ചി. എല്ലാം നല്ല സൂപ്പർ സാധനങ്ങളാ. കരിമീൻ പരക്കുന്നത് അമ്മച്ചിക്ക് കാണണോ? വേണ്ട, നീ ചെന്ന് എടുപ്പം എല്ലാം ഉണ്ടാക്ക്. അവരിപ്പൊ ഇങ്ങ് എത്തും. എന്തൊക്കെയാണെങ്കിലും അന്നുകൊച്ചു നിനക്ക് നല്ലൊരു കൂട്ടായിരുന്നു അല്ലേ? അവളങ്ങ് പോവുകയല്ലേ. അവൾ എന്റെ കൂടെ കൂടിയിട്ട് 10 വർഷമായി. അവൾക്കും വേണ്ടേ ഒരു ജീവിതം. അതിനല്ലേ ഞാൻ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിച്ച് അവളുടെ വിവാഹവും നടത്തി കൊടുത്തത്. 2 ദിവസം കഴിഞ്ഞാൽ അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും. അവളെനിക്ക് എന്റെ മകളെ പോലെ തന്നെയാടി. നിന്നെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ ഇക്കാലത്ത് കണ്ടു കിട്ടുമോടി? നമ്മൾ ജീവിക്കുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഒരു നന്മ ചെയ്യും വരി. അതിൽപ്പോലും ഒരു സന്തോഷം വേറെ എന്നതാ ഉള്ളേ. എടി ത്രേസ്യാമ്മേ, എനിക്ക് നിന്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ കുറച്ചു നേരം ഇരിക്കുന്നതാടി ഒരു സന്തോഷം. നീ എന്ന് പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്നിതൊക്കെ കുടിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു പരദൂഷണം പറ. നീ എന്നാ പറഞ്ഞേ? ഞങ്ങൾ പരദൂഷണം പറഞ്ഞെന്നോ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ എന്റെ പൊന്നാര അമ്മച്ചി. അമ്മച്ചിയുടെ ദൈവമല്ലേ. ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്റെ അമ്മച്ചി ഉള്ളത് കൊണ്ടല്ലേ. നിന്ന് ചിണങ്ങാതെ പോടി. ആ താറാവ് പപ്പാസ് റെഡിയായോ? മിനിമോൾക്ക് താറാവ് പപ്പാസ് വലിയ ഇഷ്ടമാ. എല്ലാം റെഡിയാണേ. ഇനി അവരിങ്ങ് വന്നാ മതി. എന്ന് ഞാൻ അങ്ങ് ഇറങ്ങട്ടേടി. ഇനി എന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ പറ്റുമോ?
വിടു പിള്ളേരെ, എന്നെ തള്ളിയിടാതെ. ഈ പിള്ളേരുടെ ഒരു കാര്യം. ഞങ്ങൾ അമ്മച്ചിയെ കണ്ടിട്ട് എത്ര നാളായി. അമ്മച്ചിയെ കാണാനല്ലേ ഞങ്ങൾ ഓടി വന്നത്. എന്റെ കുഞ്ഞുങ്ങളെ എന്തേടി, നിങ്ങളവരെ കൊണ്ടുവന്നില്ലേ? എന്റെ കൊച്ചുമകളെ കണ്ടിട്ട് എത്ര നാളായി. അമ്മച്ചി, പിള്ളേർക്ക് ഈ സ്ഥലങ്ങളൊന്നും ഇഷ്ടമല്ല. അവർക്ക് ഈ ക്ലൈമറ്റ് ഒന്നും പിടിക്കത്തില്ല. ഇവിടുത്തെ ആളുകളെയും ഇഷ്ടമല്ല. സാരമില്ല മക്കളെ, അന്നക്കുറിച്ച് നാളെ പോവുകയല്ലേ. ഇനി ഞാൻ തനിയെ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാ? എനിക്കാണെങ്കിൽ ഒരാളുടെ സഹായം ഇല്ലാതെ പറ്റത്തുമില്ല. ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം എന്റെ കൊച്ചുമക്കളെ. നിങ്ങൾ അകത്തേക്ക് ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് പോവാ. എന്റെ മക്കൾക്ക് ഇഷ്ടമുള്ളതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നല്ല ക്ഷീണം കാണും. വലുത് കഴിക്കണ്ടേ? ശരി അമ്മച്ചി. അന്നെക്കുറിച്ച് നാളെ പോവാ. അമ്മച്ചിയുടെ കാര്യം ഇനി എങ്ങനെയാ? നിനക്ക് അമ്മച്ചിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് ബുദ്ധിമുട്ടാണ്. അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. അത് അമ്മച്ചിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. നീ എന്തായി പറയുന്നത്? നമ്മൾ അവിടെ വെച്ച് ഫോണിൽ പറഞ്ഞതല്ലേ. അമ്മച്ചിയെ നോക്കാനും ചുമക്കാനും ഒന്നും എനിക്ക് പറ്റില്ല. എന്നാ പിന്നെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതുപോലെ നമുക്ക് അമ്മച്ചിയെ നാളെ തന്നെ അവിടെ ആക്കാം. നമ്മൾ എന്ത് പറഞ്ഞു കൊണ്ടുപോകും? അമ്മച്ചി വരുമോ? അതെ, നമ്മൾ അമ്മച്ചിയെ കൂട്ടി ഒരു ടൂർ പോകുന്നു എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകാം. നാളെ തന്നെ വേണം. എന്നിട്ട് വേണം നമുക്കൊന്ന് കാണാൻ. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയില്ലേ. എത്രയും വേഗം എനിക്ക് തിരിച്ചു പോവുകയും വേണം. മക്കൾ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു അല്ലേ? ഞാനും എന്റെ കൊച്ചിനോട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒതുക്കുമായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാം പറ മക്കളെ, കേൾക്കട്ടെ. അമ്മച്ചി, ഞങ്ങൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു. അതിനു മുമ്പ് ഒരു കാര്യം. അന്നക്കൊച്ച് ഇന്ന് തന്നെ പോകും. ഞങ്ങൾ നാളെ അമ്മച്ചിയെ കൊണ്ട് ഒരു ടൂർ പോകും. അമ്മച്ചി, ഈ ചേച്ചി പറയുന്നത് കേട്ടോ? ഞാൻ എന്റെ അമ്മച്ചിയുടെ കൂടെ ഇന്ന് കൂടിയേ ഉള്ളൂ. നാളെ എന്റെ ഇച്ഛായി എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും. ഞാൻ നാളെ പൊക്കോളാം. ഒന്ന് പറ അമ്മച്ചി. അത് മതി പക്ഷേ, നീ വിഷമിക്കാതെ. നാളെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ നീ വന്ന് ഇറങ്ങിക്കോ. നിങ്ങൾ ഇവിടെയാണോ ടൂർ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നത്? ഈ ആരോരുമില്ലാത്തവരുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. അങ്ങനെയാ വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അല്ല, ആരാ ഇത്? ടീച്ചറമ്മയോ? മക്കളും ഉണ്ടല്ലോ. എന്തു പറ്റി ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വരാൻ? അല്ല, അമ്മച്ചിയെ നേരത്തെ അറിയാമോ? പിന്നെ അറിയാമോ? അമ്മച്ചി ഇവിടെ എല്ലാ വിശേഷ ദിവസങ്ങളിലും വരുന്നതല്ലേ. ഞങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായി കഴിയുന്നു ടീച്ചറമ്മേ. പിന്നെ എന്തൊക്കെയുണ്ട് ടീച്ചറമ്മയുടെ വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഈ പിള്ളേരെന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ. സന്തോഷം. ഞങ്ങൾ അമ്മച്ചിയെ ഇവിടെ ആക്കുവാൻ വന്നതാ. അമ്മച്ചിയുടെ സെർവന്റ് അവളുടെ കല്യാണം കഴിഞ്ഞ് പോവുകയാണ്. അമ്മച്ചിയുടെ അഹങ്കാരം കൊണ്ടല്ലേ ആ വേലക്കാരിയെ കെട്ടിച്ചുവിടാൻ പോയത്. അല്ലെങ്കിൽ അവൾ അമ്മച്ചിയെ നോക്കി വീട്ടിൽ നിന്നേനെ. ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് അമ്മച്ചിയെ നോക്കാൻ പറ്റൂ. ഇനി കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വെച്ചാൽ അമ്മച്ചി ഞങ്ങളുടെ സ്റ്റാറ്റസിലും ചേരൂല. അത് നിങ്ങൾ ഒരിക്കലും പറയരുത്.
മിണ്ടാതിരിക്കുക. ഇവളുമാരെ അങ്ങനെ അങ്ങ് വിട്ടാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്കെന്തോ ഭ്രാന്തുണ്ടോ? ഞങ്ങൾ തന്തയും തന്തയും ഇല്ലാത്തവരൊന്നും അല്ല. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ അമ്മ. പപ്പയെ ഞങ്ങൾ കണ്ടിട്ടില്ല. മരിച്ചു പോയെന്നാണ് അമ്മച്ചി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ രണ്ടുപേരും കേട്ടോ, ഈ നിൽക്കുന്നത് നിങ്ങളുടെ അമ്മയുമല്ല, ടീച്ചറമ്മ കല്യാണം കഴിച്ചിട്ടുമില്ല. ഒരു ക്രിസ്മസ് ദിനത്തിൽ അമ്മത്തൊട്ടിലിൽ നിന്ന് കിട്ടിയ 2 കുഞ്ഞുങ്ങളായിരുന്നു നിങ്ങൾ. രണ്ടുപേരെയും ടീച്ചർ സ്വന്തം മക്കളായി വളർത്തി. നിങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ ജീവിതം മാറ്റിവെച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് അവരൊരു ഭാരമായി അല്ലേ? അമ്മച്ചി ഇപ്പൊ എവിടെയാ? പോകുന്നതിന് മുമ്പ് എനിക്ക് അമ്മച്ചിയെ ഒന്നുകൂടെ കാണണം. മോളെ, ഞാൻ ഇവിടെ ഈ സ്നേഹസദനത്തിലാ. അമ്മച്ചി എന്താ അവിടെ? അമ്മച്ചി അവിടെ തന്നെ നിൽക്കും. ഞാനും ഇച്ചായനും അടുത്ത് തന്നെയുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്താം. ശരി മോളെ. അമ്മച്ചി, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞതേയില്ല. ഞാൻ അമ്മച്ചിയെ കൊണ്ടുപോയിക്കൊള്ളാം. അമ്മച്ചി എന്റെ കൂടെ വരണം. സാരമില്ല മക്കളെ, ഇന്നത്തെ ലോകം അങ്ങനെയല്ലേ. ബന്ധങ്ങൾക്കൊക്കെ എന്ത് വില. അമ്മയും അപ്പനും പ്രായമാകുമ്പോൾ ആർക്കും അവരെ വേണ്ട. അമ്മ നിങ്ങളുടെ കൂടെ വരുന്നില്ല. ടീച്ചറമ്മ ഇവിടെ തന്നെ നിൽക്കൂ. ഞങ്ങൾ പൊന്നുപോലെ നോക്കൂ, ഞങ്ങളുടെ അമ്മയായി. അമ്മച്ചി, ഞാൻ എന്തായി കാണുന്നത്? ചേച്ചി, ടൂറെന്നും പറഞ്ഞ് അമ്മച്ചിയെ നിങ്ങൾ ഇവിടേക്കാണ് കൊണ്ടുവന്നത്. കഷ്ടം. അമ്മച്ചി ഞങ്ങളുടെ കൂടെ വരണം. ഇച്ചായൻ എന്നോട് നേരത്തെ പറഞ്ഞതാ. അന്ന പറയുന്നത് കേൾക്കും അമ്മച്ചി. അവൾ എന്നോട് എല്ലാം പറഞ്ഞു. സ്വന്തം മക്കളുള്ളപ്പോ അമ്മച്ചി ഞങ്ങളുടെ കൂടെ വരണമെന്ന് അവൾ എങ്ങനെ അമ്മച്ചിയോട് പറയും? അതാ നേരത്തെ പറയാതിരുന്നത്. അന്നപ്പച്ചേ, അമ്മച്ചി നിങ്ങളുടെ കൂടെ വരാം. നിങ്ങൾക്ക് ഞാനൊരു ഭാരമായി തോന്നുമ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടാൽ മതി. മക്കളെ, ഇവിടും എനിക്ക് നിങ്ങളെ പോലെ തന്നെ. നിങ്ങൾ സുഖമായി ജീവിക്കുക. എനിക്കത് കണ്ടാലും മതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.